അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അദീമിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയിച്ചതായ കാണിച്ചു കൊടുത്തതായ കിനാവിനെ കുറിച്ച്. അതെന്താണ്? ഹുദൈബിയ സന്ധിയിലേക്ക് റസൂലുള്ളാഹി പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ലഖദ് സദഖല്ലാഹു റസൂലഹു റുയ ബിൽ ഹഖ് ലതദ്ഖുലന്നൽ മസ്ജിദൽ ഹറാം ഇൻഷാ അല്ലാഹു ആമിനീൻ മുഹല്ലിഖീന റൂസകും വമുഖസ്സിരീൻ എന്ന ആ ആയത്ത് ഓതിയും കൊണ്ട് ഇന്ന് മദീന ഇമാം ചർച്ചക്കെടുത്ത വിഷയം ഹുദൈബിയ സന്ധിയായിരുന്നു. അത് നമുക്ക് ചരിത്രം പഠിച്ചവർക്ക് അറിയാവുന്ന ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ 6ാമത്തെ വർഷത്തിൽ ഈ നാം ഉൾക്കൊള്ളുന്ന ദുൽഖഅദ മാസം പോലത്തതായ ഒരു മാസത്തിൽ എന്ത് ചെയ്തു? റസൂലുള്ളാഹിക്ക് കിനാവ് കണ്ട കിനാവിനെ മദീനയിൽ ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞതായ ആ രൂപത്തിൽ മദീനയിൽ റസൂലുള്ളാഹിന്റെ സഹാബാക്കളോട് പറഞ്ഞു, നാം മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കുമെന്നും അവിടെ കടന്നു കഴിഞ്ഞാൽ മസ്ജിദുൽ ഹറാമിലേക്ക് താക്കോല് അതിന്റെ ഉടമയോട് വാങ്ങുമെന്നും എന്നിട്ട് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമെന്നും അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിൽ പോയിട്ട് ഉംറ ചെയ്യുമെന്നും നമ്മൾ നിട്ട് മുടി കളയുന്നവർ കളയുമെന്നും മുടി വടിക്കുന്നവർ വടിക്കുമെന്നും അതുപോലെ കട്ട് ചെയ്യുന്നവർ കട്ട് ചെയ്യുമെന്നും അങ്ങനെ ഉംറക്ക് പോയിട്ട് മടങ്ങി വരാനുള്ള ചാൻസ് ലഭിക്കുമെന്ന ആ സന്തോഷ വാർത്ത കിനാവിലൂടെ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് വിവരം നൽകി. അതിന് ശേഷം സഹാബാക്കൾ എന്നിട്ട് 1400 അല്ലെങ്കിൽ 1500 പേര് റസൂലുള്ളാഹിനോട് കൂടി മദീനയിൽ നിന്നിട്ട് പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ പുറപ്പെട്ടതായ ആ പുറപ്പാടിൽ മഹാനായ റസൂലിന്റെ ഭാര്യ നമ്മുടെ ഉമ്മയായ ഉമ്മു സലമയും ഉണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ മക്കയിലെത്തുന്നതിന് മുമ്പായിട്ട് മക്കക്കാരിൽ നിന്നിട്ട് പലരും ഈ വാർത്ത അറിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോരാടാൻ വേണ്ടി ആയുധവുമായി പുറപ്പെട്ടവരുണ്ടായി. ആ സംഭവം സീഡിമാരിലൂടെ റസൂലുള്ളാഹിക്ക് വിവരം അറിഞ്ഞപ്പോൾ റസൂലും സഹാബത്തും പുറപ്പെട്ടത് ആയുധധാരികളായിട്ടല്ല, മറിച്ച് ഒരു യാത്രക്കാരൻ ചുമക്കാറുള്ള ആയുധം മാത്രമേ അവരുടെ കൂടെയുള്ളൂ എന്നല്ലാതെ പട്ടാളക്കാരുടെ ആയുധം അവരുടെ കൂടെയില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇപ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെയുള്ളവർക്കും റസൂലുള്ളാഹിക്കും യുദ്ധത്തിനുള്ളവർക്കും അവരിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനെയും സഹാബാക്കളെയും ആക്രമിക്കാൻ വേണ്ടി ഒരു വിഭാഗം തൻഈം ഭാഗത്തിൽ കൂടിയാണല്ലോ നാം വിട്ടുകടക്കാറുള്ളത് മദീനയിൽ നിന്നിട്ട് പോകുമ്പോൾ. അപ്പോൾ മദീനയിൽ നിന്നിട്ട് പോകുന്നവർ വിട്ടുകടക്കുന്ന ആ റൂട്ടിൽ കൂടി റസൂലുള്ളാഹിനെയും സഹാബാക്കളെയും ആക്രമിക്കാൻ വേണ്ടി പലരും വരുന്നുണ്ട് എന്ന വാർത്ത കേട്ടപ്പോൾ റൂട്ട് മാറ്റി. എന്നിട്ട് ജിദ്ദ വഴിയിൽ കൂടി നമുക്കറിയാവുന്ന മക്ക ജിദ്ദ റോഡ് ഉണ്ടല്ലോ, ഹുദൈബിയ സന്ധി നടന്നതായ റോഡ്, പഴയ റോഡ്, ആ റോഡുള്ളതായ ആ ഭാഗത്തിൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകടക്കാൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ഭാഗത്തിൽ കൂടി പോയതായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒട്ടകം സനിയത്തുൽ മറാറി എന്ന സ്ഥലത്തിലേക്ക് എത്തിയപ്പോൾ മുട്ടുകുത്തുകയുണ്ടായി. സനിയത്തുൽ മറാറി എന്ന സ്ഥലത്തിലേക്ക് എത്തിയപ്പോൾ റസൂലുള്ളാഹിന്റെ ഒട്ടകം അൽ ഖസ്വാ എന്ന ഒട്ടകം മുട്ടുകുത്തി. എന്താണ് ഖസ്വാന് സംഭവിച്ചത്? രോഗം ബാധിച്ചോ, ക്ഷീണം ബാധിച്ചോ? അത് അതിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി കൂട്ടിച്ചേർത്തു, ആ ഖസ്വാ എന്ന എന്റെ ഒട്ടകം മുട്ടുകുത്താൻ കാരണം, മുന്നോട്ട് കുതിക്കാതിരിക്കാൻ കാരണം ഹബസഹ ഹാബിസുൽ ഫീൽ. പണ്ട് ആനയും പട്ടാളവും കഅബത്തെ തകർത്താൻ വേണ്ടി അബ്രഹത്ത് രാജാവിന്റെ സൈന്യം വന്ന സന്ദർഭത്തിൽ ആ കഅബത്തിന്റെ ഭാഗത്തിലേക്ക് കുതിക്കാൻ വേണ്ടി കൂടെയുള്ളതായ ആനയോട് ആവശ്യപ്പെടുമ്പോൾ കഅബത്തിന്റെ ഭാഗത്തിലേക്ക് പോകാൻ വേണ്ടി തുനിയുന്നില്ല. അവിടേക്ക് എത്തുമ്പോൾ മുട്ടുകുത്തുന്നു, അവിടെ എത്തുമ്പോൾ ആന പോകാൻ തുനിയുന്നില്ല. അതേസമയത്ത് മറ്റു ഭാഗങ്ങളിലേക്ക് തെളിക്കുമ്പോൾ പോകാൻ തയ്യാറാണ് ആനകൾ എന്നതുപോലെ ആ ആനയെ എന്താണ് തടസ്സം ചെയ്തത്? ആനയെ പോകാതിരിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ശക്തി ഏതാണ്? ആ ശക്തിയാകുന്ന റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവാണ് നമ്മോടും മക്കത്തേക്ക് ഇപ്രാവശ്യം പോകണ്ട, ഇപ്പോൾ ഇവിടെ തന്നെ നിന്നോളീൻ, നിങ്ങൾ ഇപ്പോൾ കഅബത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഈ കൊല്ലം പറ്റൂല എന്ന തീരുമാനം എടുത്തത് എന്നതിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുട്ടുകുത്തലിനെ സൂചനയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറയുകയും ചെയ്തു. അതോടുകൂടി അവര് ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടെ പ്ലാനിങ് പരിപാടി മാറ്റി. അവരുടെ ചർച്ചകൾ വേറെ രൂപത്തിലായി മാറി. ഞങ്ങൾ മക്കയിലേക്ക് ഈ പ്രാവശ്യം ഉംറയ്ക്ക് വേണ്ടി മാത്രം വന്നവരാണ്, യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉംറ ചെയ്ത് പോകാനുള്ളതായ സൗകര്യം ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസൂല് സഹാബാക്കളെ വിവരം അറിയിക്കാൻ വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനെ മക്കയിലേക്ക് അയച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മക്കയിലേക്ക് ചെന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വിവരം കിട്ടി അത് കിംവദന്തിയായിരുന്നു, അത് കളവായിരുന്നു, കള്ളപ്രചരണമായിരുന്നു, എന്ത് ഉസ്മാനിനെ കൊല്ലപ്പെട്ടു എന്ന്. അങ്ങനെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ചപ്പോൾ റസൂലുള്ളാഹിക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്ത വഹിയിലൂടെ കിട്ടിയ വാർത്തയല്ലാതെ ഗൈബ് അറിയുകയില്ലല്ലോ, മറഞ്ഞ കാര്യം ലോകത്തൊരു മഖ്ലൂഖും അറിയുകയില്ല. ഖുർആൻ അങ്ങനെയാണ് പറയുന്നത്, ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, ഗൈബ് അല്ലാഹു മാത്രം അറിയുകയുള്ളൂ, അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ലാ
യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശത്തിലോ ഭൂമിയിലോ ഗൈബ് അറിയുന്ന ആൾ അല്ലാഹു അല്ലാതെ ഇല്ല എന്ന് അല്ലാഹ് തീർത്ത് പറഞ്ഞതാണ്. അത് വലിയനും അറിയില്ല, നബിയിനും അറിയില്ല, നബിമാർക്കും അറിയില്ല, ഒരു വ്യക്തിക്കും അറിയില്ല, ഒരു ശൈഖിനും അറിയില്ല, ഒരു ജിന്നിനും അറിയുന്നതല്ല, ആർക്കും അറിയുന്നതല്ല. പിന്നെ എന്താണ്? കള്ളപ്രചരണകൾ പ്രചരിപ്പിക്കലും അതിൽ നിന്നിട്ട് 100 കളവ് പറഞ്ഞാൽ ഒന്ന് ഒത്തുപോകലുമാണ് എന്നല്ലാതെ അവർ യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല. കണക്കപ്പിള്ളമാരും അവരെ പോലത്തതായ ഇസ്മിന്റെ പണി ചെയ്യുന്ന വിഭാഗമാണെന്ന് പറയുന്ന വിഭാഗങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അവര് ഇത് ഗൈബ് അറിയുന്നത് കൊണ്ടല്ല, അവര് പല ഇടങ്ങളിലും അവരുടെ കുതന്ത്ര മന്ത്രതന്ത്രങ്ങൾ ജനങ്ങളുടെ അടുക്കൽ വിജയിക്കുന്നത്. മറിച്ച് അവരുടെ തന്ത്രങ്ങൾ അത് കുഹാനുകളുടെ സഹായത്തോടു കൂടി, കണക്കപ്പിള്ളന്മാരുടെ സഹായത്തോടു കൂടി, പിശാചുകളുടെ സഹായത്തോടു കൂടി അവര് പല പച്ചക്കള്ളം പറയുന്ന കൂട്ടത്തിൽ 100 കളവ് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ വാക്കാണ്, 100 കളവ് പറഞ്ഞാൽ അതിൽ നിന്നിട്ട് ഒരെണ്ണം ശരിയായി വന്നേക്കാം. അങ്ങനെ സംഭവിക്കുക എന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഗൈബ് അറിയുകയില്ല അള്ളാഹുവിനല്ലാതെ എന്ന് അള്ളാഹു തീർത്തു പറഞ്ഞതാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല റിസാലത്തിന്റെ ആവശ്യാർത്ഥം, നുബുവത്തിന്റെ ആവശ്യാർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനും നബിമാർക്കുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവർക്ക് അറിയാത്ത ചില കാര്യങ്ങൾ അത്യാവശ്യ സമയത്ത് അറിയിച്ചു കൊടുക്കാറുണ്ട്. ആ സമയത്ത് അവർക്ക് അറിയും എന്നതല്ലാതെ മൊത്തത്തിൽ ഗൈബ് എന്നത് ആരും അറിയുകയില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാനിനെ അയച്ച ശേഷം ഉസ്മാനിനെ മക്കക്കാർ കൊന്നു എന്ന കിംവദന്തി വന്നപ്പോൾ കൊന്നിട്ടുണ്ട് എന്ന് തന്നെ അവർ മനസ്സിലാക്കിയത് കാരണത്താൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൃക്ഷത്തിൽ ചാരിയിരിക്കുകയായിരുന്നു. ആ വൃക്ഷത്തിൽ ചാരി ഇരുന്നു കൊണ്ട് അവരുമായിട്ട് ബൈഅത്ത് ചെയ്തു. ആരുമായിട്ട്? 1400 1500 സഹാബക്കളുമായിട്ട്. എന്താണ് ബൈഅത്ത്? നാം ഉസ്മാനിന് പകരം ചോദിക്കാതെ മടങ്ങിപ്പോക്കില്ല. നമ്മുടെ കൂടെ ആയുധമില്ലെങ്കിലും വിരോധമില്ല, നാം പകരം ചോദിച്ചാലേ തീരൂ എന്ന് തീരുമാനിച്ചു. ആരാണ് ബൈഅത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ മാടി വിളിച്ചു. അങ്ങനെ 1500 പേരും ബൈഅത്ത് ചെയ്തു. അതിൽ ഒരാള് കുറവുണ്ടായിരുന്നു. അതാരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാനു വേണ്ടി റസൂലുള്ളാഹിന്റെ വലത് കൈയിനെ മറ്റേ കൈയിലേക്ക് തട്ടിക്കൊണ്ട് ഇത് ഉസ്മാനു വേണ്ടിയുള്ള ബൈഅത്താണെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്തതായ സംഭവത്തെ ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഉനക തഹ്ത അശ്ശജറതി ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫൻസല സക്കീനത അലൈഹിം വഅസാബഹും ഫതഹൻ ഖരീബ എന്ന് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് ആ വിഷയത്തെ കുറിച്ചായിരുന്നു. അല്ലാഹു പ്രീതിപ്പെട്ടിരിക്കുകയാണ്. ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്. ഏത് മുഅ്മിനീങ്ങൾ? റസൂലുമായിട്ട് ബൈഅത്ത് ചെയ്തവരായ മുഅ്മിനീങ്ങൾ. അല്ലാഹുവിന്റെ അടുക്കൽ വളരെ സ്റ്റാൻഡേർഡ് ഉള്ളവരാണ് ബദരീങ്ങൾ, സ്റ്റാൻഡേർഡ് ഉള്ളവരാണ് സഹാബാക്കളുടെ കൂട്ടത്തിൽ ബൈഅത്ത് ചെയ്തവർ. അവരിൽ ആരും നരകത്തിൽ പോകുന്നവരല്ല, അവരെല്ലാം സ്വർഗ്ഗവാസികളാണ് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതായ അല്ലാഹു പ്രീതിപ്പെട്ട വിഭാഗത്തിൽ അവർക്ക് പെടാൻ സാധിച്ചു. എന്ത് കാരണത്താൽ? അള്ളാഹു വിധിച്ചതുപോലെ വരട്ടെ.